ഹലോ, ഇന്ന് നമുക്ക് എയർ ഫ്രയറിൽ മുട്ട പപ്സ് ഉണ്ടാക്കാം. ആദ്യം തന്നെ മുട്ട പുഴുങ്ങാൻ വയ്ക്കാം. അതിനുശേഷം ഇതിലേക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞതും ഇട്ടുകൊടുത്ത് കൂടെ തന്നെ 2 ചെറിയ സവാളയും കൂടി ചെറുതായി അരിഞ്ഞിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മീറ്റ് മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി പപ്സ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പേസ്റ്റ് ഷീറ്റ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം മുട്ട പകുതിയായിട്ട് മുറിച്ച് അതും കൂടി വയ്ക്കാം. എന്നിട്ട് ഈ ഒരു രീതിയിൽ 4 സൈഡും ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കാം. എയർ ഫ്രയർ യൂസ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഉള്ള ഒരു ലൈനർ വെക്കുകയാണെങ്കിൽ നോൺ സ്റ്റിക്ക് കോട്ടിങ് പെട്ടെന്ന് കേടാകാതെ ഇരിക്കും കേട്ടോ. ഇനി ഓരോരോ പപ്സ് എടുത്ത് വെച്ചതിന് ശേഷം നമുക്കിതിനെ ഒരു എഗ്ഗ് വാഷ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു മുട്ട നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. 160 ഡിഗ്രിയിൽ 15 മിനിറ്റ് ടൈം സെറ്റ് ചെയ്ത് വയ്ക്കാം. 12 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ മുകൾ ഭാഗം നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പുറകുവശവും കൂടി ഒന്ന് മുറിയാൻ വേണ്ടിയിട്ട് അതൊന്ന് തിരിച്ചിട്ടിട്ട് ഒരു 3 മിനിറ്റും കൂടി ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള പപ്സ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യണേ.